ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിച്ചണിൽ നിന്നാണ് കേട്ടോ ഞാൻ നേരെ വേഗം ഇങ്ങോട്ട് വന്നപ്പോൾ ചേട്ടൻ ഇവിടെ നനയ്ക്കായിരുന്നു. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു നാളികേരം ചെരുകി തായോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് പ്രകൃതിയിലേക്കൊക്കെ നോക്കിയപ്പോൾ ഇന്നലെ മഴ പെയ്തിട്ടില്ല, കുറച്ച് ദിവസമായിട്ട് മഴ ഇന്നലെ മേടിച്ചു കൊണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ. മാമ്പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുപ്പയർ ഇതൊക്കെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പച്ചക്കറി വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ ഇട്ടിരിക്കുക. പയറൊക്കെ നന്നാക്കിയിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് കയറ്റാനായിട്ട്. മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങയൊക്കെ അടപ്പത്ത് വെച്ചു, ചോറ് അടപ്പത്ത് വെച്ചു. പിന്നെ കയ്പക്കായ തോരനാണ് ഉണ്ടാക്കുന്നത്, അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന്. അതിന് ശേഷം ഞാൻ നമ്മുടെ മീൻ നന്നാക്കാനായിട്ട് പോയി. ചാള മേടിച്ച് വെച്ചിട്ട് ഒരു ദിവസം 2 ദിവസമായി. അപ്പം അതൊന്ന് നന്നാക്കുക, ഫ്രണ്ടിൽ തന്നെ ഇരുന്നതൊക്കെ നന്നാക്കാമെന്നൊക്കെ വിചാരിച്ചു. കാരണം എനിക്ക് വേറെ സ്ഥലമില്ലല്ലോ, ബാക്കിൽ ഇരിക്കാൻ അത്ര സുഖമില്ല, സേഫ് അല്ല. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 7:30-8 മണിയായി ഞാൻ മീൻ നന്നാക്കാനായിട്ട് ഇരിക്കുമ്പോൾ. പണികളെല്ലാം കഴിഞ്ഞിട്ട് മാമ്പഴ പുളിശ്ശേരിയായി, നമ്മുടെ കയ്പയ്ക്ക തോരനായി, ചോറായി, ഇതൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ മീൻ നന്നാക്കാനായിട്ട് ഇവിടെ വന്നിരുന്നത്. ആരും വന്നിട്ടുണ്ടായിരുന്നില്ല മീൻ കഴിക്കാനായിട്ട്. അതായത് അല്ലെങ്കിൽ കാക്കകളുണ്ടായിരുന്നു, പക്ഷെ പൂച്ചക്കുട്ടികൾ ആരും അറിഞ്ഞിട്ട് തന്നെ ഇല്ല തോന്നുന്നുണ്ട്. അവർക്ക് മീനെ തീറ്റുണ്ടാവില്ല. പക്ഷെ 2 ദിവസത്തെ പഴക്കമുള്ള മീനായതുകൊണ്ടായിരിക്കും ഫ്രിഡ്ജിലിരിക്കലായിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നറിയില്ല. ഡുണ്ടുമോനെയും ആരെയും കണ്ടില്ല. പാക വിഷമിച്ചു. ഞാൻ വിചാരിച്ചു എന്താ ആരും വരണ് കാണാനില്ലല്ലോ, എന്താണെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഏട്ടനവിടെ ഇരുന്ന് സമയവും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 8:30 കറക്റ്റ് 8:30 എന്നോട് പറയണേ. അപ്പോഴേക്കും എനിക്ക് മുഴുവനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ബാക്കി പിന്നെ ചെയ്തോളാം, ഏട്ടന് വറുക്കാനുള്ളത് ഞാൻ റെഡിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഫുള്ള് എനിക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടുള്ള വെയിലാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ 8 മണിയോടുകൂടി നല്ല വെയിലാവുമല്ലോ. അപ്പോൾ അത് എനിക്കാണെങ്കിൽ വൈറ്റമിൻ ഡി നല്ല കുറവുണ്ട്. അപ്പോൾ ഞാൻ ക്യാപ്സൂൾ കഴിക്കുന്നുണ്ട്, പക്ഷേ അത് സെറ്റാവുന്നില്ല. കാരണം ഞാൻ ഇടയ്ക്ക് കഴിക്കും. അങ്ങനെയായിട്ടാണ് ഇപ്പോൾ എൻ്റെ നിലവ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെയിലും കൂടി കൊള്ളാം. ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ കൊള്ളുള്ളൂ കേട്ടോ. എല്ലാ ദിവസവും ഇരുന്ന് ഇങ്ങനെ വെയിൽ കൊള്ളാനുള്ള സമയമൊന്നുമില്ല. നല്ല പണിത്തിരക്കായിരിക്കും. രാവിലെ 7 മണി തൊട്ട് 9 മണി വരെ നല്ല പണിത്തിരക്കായിരിക്കും. എല്ലാവർക്കും അറിയാം, ജോലിക്ക് പോകുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കേട്ടോ മീനൊക്കെ നന്നാക്കുന്നത്. ഏട്ടൻ അവിടെ TV വെച്ചിട്ടുണ്ട്, അകത്ത് TV വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 8:30 കുളിക്കുക. 8:45 ഓഫീസിൽ പോകണം. അപ്പോൾ 8:30 കുളിക്കും. അങ്ങനെയാണ് ഇറങ്ങാം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് വേഗം മീനൊക്കെ ഇങ്ങനെ നന്നാക്കി എടുക്കുക. എനിക്കിങ്ങനെ പൂച്ചക്കുട്ടികൾ വരാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അവരൊക്കെ ഇവിടെ പോയി ഞാൻ പേടിച്ചു പോയി. ഇനി ഡുണ്ടുമോന് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ തോന്നി. പക്ഷേ ഇല്ല, ഡുണ്ടുമോൻ കുറച്ച് നേരത്തെ ഇവിടെ വന്നിരുന്നു. ഞാൻ വോയിസ് ഓവർ, അതായത് വൈകിട്ട് കുറച്ച് നേരം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ എന്താ വരാഞ്ഞ്, എന്താ നിൻ്റെ അവന് കൈമയും കാലുമൊക്കെ എന്തൊക്കെ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു, മാറിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കിടന്ന് എല്ലാം കേട്ടു. ഞാൻ സംസാരിക്കണതും എൻ്റെ പരിഭവങ്ങളും സങ്കടങ്ങളൊക്കെ കേട്ട്, എന്താ വരാഞ്ഞേ, നീ എന്താ വരാത്തേ, നിന്നെ കാണാണ്ടായിട്ട് വിഷമായി എന്നൊക്കെ ഞാൻ ഡുണ്ടുമോനോട് പറഞ്ഞ്. അപ്പോൾ എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ തോന്നിയിട്ടാണ്, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് നമ്മൾ ഇത്ര സ്നേഹത്തിൽ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ലേ മൃഗങ്ങൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും മൃഗങ്ങളുടെ സ്നേഹമൊന്നും മനുഷ്യർക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വീണ്ടും നമ്മളിലേക്ക് എടുത്തു തന്നപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അത് കൊണ്ടുപോയി. എനിക്ക് ഭയങ്കര സങ്കടവും വിഷമൊക്കെ തോന്നിപ്പോയി. ഇങ്ങനെ ഡുണ്ടുമോൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിച്ചിട്ടുണ്ടാവുക ഇത്രയും അങ്ങനെ അധികാരം അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം അവിടെ നിന്ന് തന്നെ എണീറ്റിട്ട് മീൻ ആ തലയും പാലൊക്കെ ഉണ്ടല്ലോ, ചെതുമ്പലൊക്കെ പുറത്തന്നെ കൊണ്ട് കളയുക. അതിനെ ഇളക്കി അകത്തെ കുറച്ച് അതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊട്ട സ്മെല്ല് വരും, മീനിൻ്റെ ഒരു സ്മെല്ല്. ഉളുമ്പ് മണം എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ എവിടെ ഒഴിക്കേണ്ടതെന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ പൂച്ചകൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ അവർ വന്നിരുന്നത് കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ ഒഴിച്ചു വെച്ചത്. എന്നിട്ട് ഒരു കാക്ക പോലും വന്നിട്ടുണ്ടായിരുന്നില്ല കൊത്തിക്കൊണ്ട് പോകാനായിട്ട്. അപ്പം ഞാൻ ചവിട്ടി എടുത്തിട്ട് ഞാൻ വീണ്ടും അത് സിറ്റ് ഔട്ടിലേക്ക് ഇട്ടിട്ട് ഇതാണ് ഞാൻ അകത്തേക്ക് പോയി. അപ്പോഴാണ് ഞാൻ ക്യാബേജ് തോരൻ കയ്പക്കായ ഉപ്പേരി, പിന്നെ മീൻ വറുത്തത്, അതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മീൻ വറുത്തത്. പിന്നെ മാമ്പഴ പുളിശ്ശേരി കൂട്ടാനൊക്കെ റെഡിയാക്കി സെറ്റ്
സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ ഏട്ടനെ ഇതൊക്കെ കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടു കേട്ടോ. അതേ ഞാനിവിടെ വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു കുറുമ്പിപ്പൂച്ച ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതെന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ കുറച്ച് നേരം അതുമാത്രമല്ല കേട്ടോ, അവിടെ ഇങ്ങനെ അറ്റത്ത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടോ, സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ചക്ക കണിക്കൊന്നുണ്ടായി നിൽക്കുന്നു. അതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോഴേ ഓടിപ്പോയിട്ട് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് ഓടി കയറി വന്നതാണ് കേട്ടോ. സൂര്യ അസ്തമിക്കുന്നതിനേക്കാൾ മുൻപ് കാണാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ കാണുന്നുണ്ട്, ക്യാമറയിൽ കാണുന്നില്ല, പക്ഷെ എനിക്ക് കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു, കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കുഞ്ഞു ചക്കകൾ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ കണിക്കൊന്ന ഇങ്ങനെ നന്നായി പൂത്തൊലഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പൂച്ചക്കുട്ടൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പോവാണ് ആൾ, എന്നെ നോക്കുന്നുണ്ട്. എന്താ ഇവിടെ നിന്ന് വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണേ ഈ പെണ്ണ് എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പൂച്ചക്കുട്ടൻ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പൂച്ചക്കുട്ടാ, ഏയ് ഹലോ കുഞ്ഞാ, യെല്ലോ കുഞ്ഞി, ഞാൻ രാവിലെ ഇട്ടതാ, നിങ്ങളാരും ഉണ്ടായിരുന്നില്ല. ഡുണ്ടുമോൻ വന്നിട്ടുണ്ടായിരുന്നു. ഹലോ ഡുണ്ടുമോൻ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കാം. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ ടെറസിലെ കാറ്റത്ത് ഇതാ ഈ മുളതണ്ട് വീണ് പോയി. അത് നമ്മുടെ ബാമ്പു മുളയാണല്ലോ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, അപ്പുറത്തെ പറമ്പിൽ അതാണല്ലോ. അപ്പോൾ അത് ഈ മഴ പെയ്തപ്പോൾ അത് ഇങ്ങനെ തണ്ടിങ്ങനെ ചീയുമല്ലോ, അപ്പോൾ അങ്ങനെ അത് ഒടിഞ്ഞു കുത്തി വീണു. അങ്ങനെ അഴിക്കാനൊക്കെ പോയി. പിന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ തൊണ്ടയ്ക്ക് ഒരു ചെറിയ കിരിയിരിപ്പുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് ചുമയൊക്കെ വന്നിട്ടുണ്ട്, ഐസ്ക്രീമും ഇതൊക്കെ ആയിട്ട് അടിച്ച് കയറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ കാരണം തൊണ്ടയിലൊരു കുരുകിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എല്ലാം ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ചേനയും എല്ലാം ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. മുളന്തണ്ട് മാത്രം ചീഞ്ഞ് ഇതൊക്കെ ആയി. മാവുമത്തെ പൂക്കളൊന്നും കാണാനില്ല, എങ്കിലും കുഞ്ഞു കുഞ്ഞു മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ടെറസിലേക്ക് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ആകെ ഒരു മുരിങ്ങക്കായ, ബാക്കി എല്ലാം പൊട്ടിച്ച് ഞാൻ കറി വെച്ചു. മുരിങ്ങക്കായ ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കണ്ടു, മാവ് ഇങ്ങനെ പൂത്തിട്ടൊന്നുമില്ല, ചിലത് കൊമ്പുമ്പോൾ ഇങ്ങനെ കുഞ്ഞു മാങ്ങ ഉണ്ടായിട്ടൊക്കെ നിൽക്കണം കാണാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. ഒരു മുരിങ്ങക്കായ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ, ഇപ്പോൾ ഉള്ളൂ. എല്ലാം ഉണ്ടായിട്ട് ബാക്കിയെല്ലാം ഞാൻ എടുത്ത് കറിയൊക്കെ വെച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് അല്ലായിരുന്നു. നാടൻ മുരിങ്ങക്കായ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്വാദൊക്കെ ഒന്ന് വ്യത്യസ്തമാണല്ലോ. അപ്പം നമ്മുടെ പ്ലാവ് ഒരു തലപ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ അവർ ഇവിടെ ഇട്ടിരുന്നത് ഒക്കെ നനഞ്ഞു കുതിർന്നു. പിന്നെ നമ്മുടെ ഇരുമ്പാമ്പുളിയുമ്പോൾ നല്ല പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.